മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായി ചാലിയാറിൽ ഇന്ന് വിശദമായ തിരച്ചിൽ. മുണ്ടേരി ഫാം മേഖലയിൽ തുടങ്ങുന്ന തിരച്ചിൽ ഉച്ചയ്ക്ക് 2 മണിയോടെ പരപ്പൻപാറയിൽ അവസാനിക്കും. NDRF, അഗ്നിരക്ഷാസേന, പോലീസ്, വനം വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ 60-അംഗ സംഘമാണ് തിരച്ചിൽ നടത്തുക. ദുരന്തമുണ്ടായ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം മേഖലകളിൽ ഇന്നും തിരച്ചിൽ തുടരും. ജംഷീർ കൊടിഞ്ഞി കൂടുതൽ വിവരങ്ങൾ നൽകും. ജംഷീർ, ഇന്നിപ്പോൾ ഏത് രീതിയിലുള്ള ഒരു തെരച്ചിലാണ് ചാലിയാർ കേന്ദ്രീകരിച്ച് നടക്കുന്നത്? അനീഷ, 60-അംഗ സംഘം, അതായത് വിവിധ സേനാ വിഭാഗങ്ങളിൽ നിന്നുള്ള 60-അംഗ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് മുണ്ടേരി ഉൾവനം കേന്ദ്രീകരിച്ച് പരപ്പൻപാറ വരെ ഇന്ന് തിരച്ചിൽ നടത്തുകയാണ്. ഇപ്പോൾ വിവിധ സേനാംഗങ്ങൾ ഈ പുഴ ചാലിയാർ മുറിച്ചു കടന്ന് ഉൾവനത്തിലേക്ക് കയറിയിട്ടുണ്ട്. തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഒരു സൂക്ഷ്മമായ പരിശോധന എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഇനിയും ആളുകൾ എത്തിപ്പെടാത്ത പ്രദേശങ്ങളുണ്ടെങ്കിൽ അവിടങ്ങളിലും അതോടൊപ്പം തന്നെ ഉൾവനങ്ങളിലും ഒക്കെ, അതായത് ഏതാണ്ട് ഒരു 8 കിലോമീറ്റർ ഉൾവനത്തിലേക്ക് ആയിരിക്കും ഇന്നത്തെ തിരച്ചിലുണ്ടാവുക. സൂചിപ്പാറയുടെ പരിസരം വരെ എത്തും എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. ആ ഭാഗങ്ങളിലെല്ലാം തന്നെ വിദഗ്ധരായ ഇത്തരത്തിൽ ഈ ദുരന്തം മേഖലകളിൽ പ്രവൃത്തി പരിചയ സമ്പന്നരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ തിരച്ചിൽ ഇപ്പോൾ ഉൾമേഖലകളിൽ, അതായത് ഈ മുണ്ടേരിയിലെ ഉൾവന മേഖലകളിൽ നടക്കുന്നത് എന്നുള്ളതാണ്. സമാനമായ രീതിയിൽ തന്നെ ചാലിയാറിൻ്റെ താഴ്ഭാഗങ്ങളിലും ഇത്തരത്തിൽ തിരച്ചിൽ നടക്കുന്നുണ്ട്. ഫയർഫോഴ്സ്, അതോടൊപ്പം തന്നെ NDRF, ലോക്കൽ പോലീസ് ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ചാലിയാറിൻ്റെ ഭാഗങ്ങളിൽ തിരച്ചിൽ നടക്കുന്നത്. ഈ ഉൾവനങ്ങളിൽ ഇന്ന് തിരച്ചിൽ നടക്കുന്നത് NDRF, അതോടൊപ്പം തന്നെ തണ്ടർ ബോൾട്ട്, പോലീസ്, അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ്, വനം വകുപ്പ് എന്നിവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള സംഘമാണ് വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തുന്നത്. കൃത്യമായി ഓരോ പോയിന്റുകൾ എവിടെയാണ് എന്നുള്ളതൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കി വിവിധ ടീമുകളായി തിരിഞ്ഞ് വിവിധ ഭാഗങ്ങളിൽ, ഉൾവനത്തിൽ കൂടി തന്നെ പുഴയുടെ അരികിലൂടെയും അല്ലാതെയുമായി വിവിധ ഭാഗങ്ങളിലൂടെയാണ് ഇപ്പോൾ ഉൾവനത്തിലേക്ക് കയറിയിട്ടുള്ളത്. അവർക്ക് ഇവിടെ നിന്ന്, നമ്മളിപ്പോൾ ഉള്ളത് മുണ്ടേരി ഭാഗത്താണ്, മുണ്ടേരി ഫാം ഭാഗത്താണ്. ഇവിടെ നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ ഓരോ വിഭാഗം ആളുകൾക്കും, ഓരോ വിഭാഗത്തിനും കൃത്യമായി നൽകിയിട്ടുണ്ട്. ആ നൽകിയ നിർദ്ദേശപ്രകാരമുള്ള ഭാഗങ്ങളിലൂടെ എല്ലാ ഭാഗങ്ങളും കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ ഒരു ഭാഗവും വിട്ടുപോകാതെ ഒരു സൂക്ഷ്മമായ പരിശോധനയായിരിക്കും ഇന്ന് നടക്കുക. അതിനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ ആ പരിശോധനയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി മുകൾ ഭാഗങ്ങളിൽ, അതായത് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഈ ഉൾവനങ്ങളിൽ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയാൽ അത് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി നേരിട്ടിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഉൾവനങ്ങളിൽ മൃതദേഹങ്ങളോ മൃതദേഹ ശരീരഭാഗങ്ങളോ കൂടുതലായി കാണുകയാണെങ്കിൽ പുറത്തു കൊണ്ടുവരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് എയർലിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി മൃതദേഹങ്ങൾ തിരയുക, പരമാവധി മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് തിരച്ചിൽ നടക്കുന്നത്. ഇന്നിപ്പോൾ ഈ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച്, പൂർണ്ണമായും സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ വ്യത്യസ്തങ്ങളായ ഫോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ മാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സന്നദ്ധ പ്രവർത്തകരെ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഉൾവനങ്ങളിൽ കൃത്യമായി വൈദഗ്ധ്യം ലഭിച്ച ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ വേണം എന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്തരത്തിലൊരു തിരച്ചിൽ നടക്കുന്നത്. ഇനി നാളെയും സമാനമായ രീതിയിലുള്ള തിരച്ചിലുണ്ട്. പക്ഷേ നാളെ ഈ സന്നദ്ധ പ്രവർത്തകരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു തിരച്ചിലായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. ഏതായാലും ഇന്നത്തെ ചാലിയാർ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 1 മണിയോട് കൂടി പരമാവധി എത്താൻ കഴിയുന്ന പരപ്പൻപാറ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് 1 മണിയോട് കൂടി എത്തുക എന്നുള്ളതാണ്. പിന്നീട് തിരിച്ചിറങ്ങേണ്ടതുണ്ട്. അത്രയും സമയം, അതായത് ഇവിടുന്ന് അങ്ങോട്ട് കയറി അത്രയും സമയം തന്നെ തിരിച്ചിറങ്ങേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ 1 മണിയോട് കൂടി പരമാവധി എത്താൻ കഴിയുന്ന ഭാഗങ്ങളിലേക്ക് എത്തുക. അത് പരമാവധി അറിയുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അപ്പോൾ അവരൊക്കെ നേരത്തെ പോയി പരിചയമുള്ള, അല്ലെങ്കിൽ ഉൾവനങ്ങൾ കൃത്യമായി അറിയുന്ന ആളുകളാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ദുരന്തമുഖങ്ങളിൽ ഇത്തരത്തിലുള്ള ദുരന്തമുഖങ്ങളിൽ പ്രവർത്തിച്ച് പരിചയസമ്പന്നരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകരാണ് ഇപ്പോൾ വനത്തിലേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി തിരച്ചിൽ നടത്താനും മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൃതദേഹ ശരീരഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് ഉദ്യോഗസ്ഥർ നമ്മോട് പറയുകയുണ്ടായിട്ടുള്ളത്. ഏതായാലും ഉൾവനങ്ങളിൽ വ്യാപകമായ തിരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ പലയിടങ്ങളിലും നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ വേഗത്തിൽ തിരച്ചിൽ നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാലാവസ്ഥ തന്നെയായിരുന്നു പ്രതികൂല ഘടകമായിരുന്നത്. പക്ഷേ ഇന്ന് ഇപ്പോൾ വയനാട്ടിലും മലപ്പുറത്തും ഉൾപ്പെടെയുള്ള 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു.
വന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി തെരച്ചിലിന് ഇപ്പോൾ നേരിടുന്നുണ്ടോ? അനീഷ, നിലവിൽ വെല്ലുവിളി ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ പ്രസന്നമായൊരു കാലാവസ്ഥയാണ്, അത്യാവശ്യം വെയിലുള്ള ഒരു സമയമാണ്. മഴയോ അല്ലെങ്കിൽ മഴക്കാറോ ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ നിൽക്കുന്ന മുണ്ടേരി അല്ലെങ്കിൽ ഈ നിലമ്പൂർ പോത്തുകല്ല് ഭാഗങ്ങളിൽ ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പം നല്ലൊരു കാലാവസ്ഥയാണ്. മാത്രമല്ല പുഴ വളരെ ശാന്തമാണ്. ഇപ്പോൾ പുഴയിൽ വലിയ കുത്തൊഴുക്കില്ല, വെള്ളത്തിൻ്റെ അളവ് കുറവുണ്ട്. നേരത്തെയൊക്കെ ഈ പുഴ മുറിച്ചു കടക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ടാസ്കിലൊന്ന്. കാരണം ഈ പുഴ മുറിച്ചു കടക്കാൻ കഴിയാതെ വരുമ്പോൾ ഇവിടുത്തുകാരായ ആളുകൾ അവരെ സഹായിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു വിഭാഗം NDRF പ്രവർത്തകർ നടന്നുകൊണ്ട് തന്നെ പുഴ മുറിച്ചു അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട്. കാരണം വളരെ ശാന്തമാണ്, മറ്റു പുഴയിൽ കുത്തൊഴുക്കോ മറ്റു കാര്യങ്ങളില്ല. ഒരു വിഭാഗം ഈ ഉദ്യോഗസ്ഥരെ തൊട്ടപ്പുറത്തുള്ള ചങ്ങാടത്തിൽ, അതായത് ഇവിടുത്തെ അപ്പുറത്തുള്ള ഈ ആദിവാസി കോളനിയിലേക്ക് ഉപയോഗിക്കുന്ന ചങ്ങാടത്തിലാണ് അങ്ങോട്ട് കടത്തിയത്. നിലവിൽ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് പ്രതികൂല സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു അനുകൂല സാഹചര്യം പരമാവധി ഉപയോഗപ്പെടുത്തി തെരച്ചിൽ നടത്താൻ തന്നെയാകും ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നവരുടെ ഒരു തീരുമാനം. കാരണം നേരത്തെ മഴ മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഇപ്പോൾ വളരെ പ്രസന്നമായ ഒരു കാലാവസ്ഥയാണ്. മഴയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് തന്നെ അതുകൂടി ആ ഒരു കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്ന് പരമാവധി മുകളിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളതും അവരിപ്പോൾ ഉൾവനത്തിലേക്ക് പോയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ പരമാവധി ഏരിയകൾ കവർ ചെയ്തുകൊണ്ട് മൃതദേഹങ്ങൾ എത്തിക്കുവാനുള്ള ഒരു ശ്രമം തന്നെയാണ് നടത്തുന്നത്. കാരണം നമുക്കറിയാവുന്നതുപോലെ ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചിരുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് ചാലിയാർ എന്നായിരുന്നു. അതായത് ഈ അപകടമുണ്ടായ മണിക്കൂറുകൾക്കകം തന്നെ ചാലിയാറിൽ നിന്ന് മൃതദേഹങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായ അങ്ങനെയാണ് ഈ ചാലിയാറിൽ തിരച്ചിൽ നടത്തുന്നത്. തിരച്ചിൽ നടത്തിയപ്പോൾ വലിയ തരത്തിലുള്ള മൃതദേഹങ്ങളും മൃതദേഹ ശരീരഭാഗങ്ങളും ഈ ചാലിയാറിൻ്റെ തീരങ്ങളിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ നിലവിലെ അവസാനത്തെ കണക്ക് പ്രകാരം തന്നെ 245ഓളം മൃതദേഹങ്ങളും മൃതദേഹ ശരീരഭാഗങ്ങളും ഇവിടുന്ന് ലഭിച്ചു. ഇന്നലെയും ഒരു സ്ത്രീയുടേതെന്ന് കരുതുന്ന മൃതദേഹ ശരീരഭാഗം ചാലിയാറിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൂടി ഈ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള ഒരു തിരച്ചിൽ നടത്തുന്നത്. അത് ചാലിയാർ പുഴയെ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ഈ വനം കേന്ദ്രീകരിച്ചും ഉൾവനം കേന്ദ്രീകരിച്ചും തന്നെയാണ് ഇന്നത്തെ തിരച്ചിൽ നടക്കുന്നത്. ഇന്നും തിരച്ചിൽ നടക്കും. അതോടൊപ്പം തന്നെ നാളെയും വ്യാപകമായിട്ടുള്ള തിരച്ചിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. നാളെ ഈ ഉദ്യോഗസ്ഥർക്ക് പുറമെ നാട്ടുകാരും അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരായ ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തിരച്ചിലായിരിക്കും നാളെ നടക്കുക. ഇന്നത്തെ തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇന്ന് മറ്റു വിവരങ്ങൾ അല്പസമയത്തിന്, അതായത് ഇവിടെ ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് പോയി അല്ലെങ്കിൽ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ കിട്ടിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളത്. ഇനി ചാലിയാറിൻ്റെ ഒരു തീരങ്ങളിൽ അല്ലെങ്കിൽ ഉൾവനങ്ങളിലൊന്നും തന്നെ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ മൃതദേഹ ശരീരഭാഗങ്ങളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് കൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ തിരച്ചിൽ ആ ഒരു രീതിയിൽ സൂക്ഷ്മമായ രീതിയിൽ എല്ലാ ഭാഗങ്ങളും കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അവിടെ കൂടി കേന്ദ്രീകരിച്ചുള്ള വ്യാപകമായിട്ടുള്ള ഒരു തിരച്ചിൽ തന്നെയാകും നടക്കുക. കാരണം ഈ സൂചിപ്പാറ ഭാഗത്തൊക്കെ ഒരു പക്ഷേ ഈ മൃതദേഹങ്ങൾ ഉണ്ടാകാം എന്നുള്ള ഒരു സൂചനകൾ പലരും നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇനി അവിടെ അത്തരത്തിൽ ഒരു എത്തി നോക്കാൻ കഴിയാത്ത ഒരു ഭാഗം ഉണ്ടാകരുത് എന്നുള്ള ഒരു കണക്കുകൂട്ടൽ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യാപകമായ പരിശോധന നടക്കുക. നാളെയും സമാനമായ രീതിയിലുള്ള പരിശോധന തുടരും എന്നുള്ളത് തന്നെയാണ്. അനീഷ.